കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനം സംസാരിക്കുവാൻ ദൈവം ഒരു കൃപയോട് നന്ദിയോട് സ്തുതിക്കുന്നു. അനേകർ വളരെ കഷ്ടത്തിലിരുന്ന് വഴിവെക്കിലും ചെറിയൊരു മുറിയിലൊക്കെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യ സൗകര്യം കർത്താവ് ഒരുക്കി. നമ്മളാരും ഒരു അസ്വസ്ഥതയല്ല ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് AC ഉണ്ട്, ഫാനുണ്ട്. കർത്താവ് വളരെയധികം നമ്മളെ പരിപാലിക്കുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ ആത്മീയവും ഭൗതികമായ എല്ലാ മേഖലകളിലും കർത്താവ് വളരെയധികം നമുക്ക് ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം നാം വരുത്തുന്നുണ്ടോ? കർത്താവിൻ്റെ ആ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? സങ്കീർത്തനകാരൻ പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ ആത്മാവിൻ്റെ അവസ്ഥ കാണുന്ന സങ്കീർത്തനകാരൻ ആത്മാവുള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നു. നിൻ്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നു? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും എന്നെങ്കിൽ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇത് ഈ ഒരു വാക്യം 42-ാം സങ്കീർത്തനം 5-ാം വാക്യവും 11-ാം വാക്യവും 43-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യവും 3 തവണ ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നു. വീണ്ടും 116-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവെ, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആത്മാവിനെ സമാധാനിപ്പിക്കുന്നു. എന്താണ് ആ ഉപകാരം? 103-ാം സങ്കീർത്തനം അതിൻ്റെ 1 തുടങ്ങി 4 വരെ ഒന്ന് വായിക്കും. അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. സ്തോത്രം. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകൃത്യം ഒക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഈ യഹോവ ചെയ്തിരിക്കുന്ന ഈ ഉപകാരം നീ ഒരിക്കലും മറന്നു പോകരുത്. നീ എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്ന് തന്നോട് തന്നെ, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനോട് സങ്കീർത്തനക്കാരൻ പറയുന്നു. അകൃത്യഭാരം എന്ന് പറയുന്നത് ദാവീദ് തന്നെ പറയുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം എന്ന് വെച്ചു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് 1-ാം അധ്യായം 'അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, വഷളായി നടക്കുന്ന മക്കൾ.' മതി. അകൃത്യഭാരം ചുമക്കുന്ന ജനം. ഇത് ദാവീദ് പറഞ്ഞു, എൻ്റെ അകൃത്യം എൻ്റെ തലയ്ക്ക് മീതെ ഭാരമായിരിക്കും, അല്ലേ? ഈ അകൃത്യഭാരമെല്ലാം, നമ്മുടെ അകൃത്യമെല്ലാം യഹോവ അവൻ്റെ മേൽ ചുമത്തിയെന്ന് 53-ാം യെശയ്യാപ്രവാചകൻ 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യേശുവിൻ്റെ മേൽ നമ്മുടെ അകൃത്യമെല്ലാം ചുമത്തി. അപ്പോസ്തലപ്രവൃത്തി 3:26 നമ്മുടെ അകൃത്യം തിരിക്കുന്നത് അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. നമ്മുടെ അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി
എന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ അവൻ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളറിയുന്നപ്പോഴാണ് നമ്മൾ യേശു നേരത്തെ നമുക്ക് വേണ്ടി ചെയ്തു. പക്ഷേ നമ്മളിത് അറിയുന്നത് നമ്മൾ വിശ്വാസത്തിൽ വന്ന് അനേക ദിവസങ്ങൾ കഴിഞ്ഞ് ഇതെല്ലാം അല്ലേ വായിച്ചു കഴിയുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അല്ലാതെ നേരത്തെ നമ്മളിത് അറിഞ്ഞിട്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നതല്ല. രണ്ടാമത് പറയുന്നത് നിൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. നമ്മൾ അനുഭവിക്കുന്ന ചെറിയ തലവേദന, പനി, ചുമ, വയറുവേദന, ഇതൊന്നും ഒരു രോഗമായിട്ട് അത് ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് വരുന്ന രോഗങ്ങളാണ്. എന്നാൽ ദൈവം കാണുന്ന രോഗം എന്താ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-6 എന്ന് വെച്ചു. തല മുഴുവനും ദീനം, ഹൃദയം രോഗം, പിന്നെ അത് വളരെ നാറ്റം വെച്ചൊരവസ്ഥ, ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കർത്താവ് ഈ ഒരു മനുഷ്യനെ കാണുന്നത്. അകൃത്യഭാരം ചുമക്കുന്ന ആ മനുഷ്യൻ വഹിക്കുന്ന രോഗം, ആ രോഗവും എന്ത് ചെയ്തു? 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അകൃത്യഭാരം യേശുവിന് മേൽ ചുമത്തി നമ്മുടെ സകല രോഗങ്ങളും യേശു ഏറ്റെടുത്ത് അല്ലേ, അങ്ങനെ നാം സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പിന്നെ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ ശത്രു എൻ്റെ പ്രാണനെ തൊടുകയില്ല അല്ലേ, അത് 1 ശമൂവേൽ 25-29. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവപാഠത്തിൽ കെട്ടപ്പെട്ടു. അപ്പം മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് ദാവീദിനോട് പറയുന്നതാണ്, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയാലും നിന്റെ പ്രാണൻ യഹോവയുടെ ജീവപാഠത്തിൽ കെട്ടപ്പെട്ടു. യേശു പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട അല്ലേ. നമ്മുടെ ജീവനും കൊലോസ്യർ 3:3 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനെപ്പോലെ വെളിപ്പെടും. അപ്പം നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തു, ശത്രുവിൻ്റെ കെണിയിൽ നിന്നും നമ്മുടെ ജീവൻ രക്ഷിച്ചു. എന്നിട്ട് ദയയും കരുണയും നമ്മളെ എണീച്ചു. പിന്നെ നമ്മുടെ സ്വഭാവം ഈ ദയയും കരുണയുമായിരിക്കണം. യേശുവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക് നാം മാറണം. കാരണം ഇത്രയും ഉപകാരം നമുക്ക് വേണ്ടി ദൈവം ചെയ്തു അല്ലേ. അതിനുശേഷം നമ്മളെ മനസ്സാന്തരപ്പെട്ടു. പക്ഷേ ഈ മാനസാന്തരത്തിൽ നമ്മളെ നടത്തുന്നതും റോമലേഖനം 2:4 എന്ന് വെച്ചു. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. മതി. അപ്പം നമ്മെ മാനസാന്തരക്ക് നടത്തിയതും ദൈവമാണ്, സകലതും ചെയ്തത് കർത്താവാണ് അല്ലേ. നമ്മുടെ അകൃത്യമേറ്റെടുത്തു, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കി, നമ്മുടെ ജീവനെ വീണ്ടെടുത്തു. നമ്മുടെ മാനസാന്തരം നടത്തിയതും ദൈവത്തിൻ്റെ ദയയാണ്. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഒന്ന് വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കുളിച്ചു, ബാക്കി സകലതും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. ആ മഹാദയയെ നമ്മൾ ഒരിക്കലും മറന്നുപോയി. ഇസ്രായേൽ ജനം അങ്ങനെ മറന്നു. 106 സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു.
ദൈവത്തിൻ്റെ മഹാദയ അവർ കണ്ടും കേട്ടും അനുഭവിച്ചും ഇരുന്നിട്ടും അവരത് മറന്നുപോയി അല്ലേ. ആ രക്ഷിച്ച അനേകം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ അവർ മറന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8:34. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. മതി. ഫറവോൻ്റെ കയ്യിൽ നിന്നും വരുന്ന വഴിക്ക് ഫിലിസ്തീയർ, അമലേക്യർ ഇങ്ങനെ അനേകം ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ച് ആ ദൈവത്തെ അവർ ഓർത്തില്ല അല്ലേ. നമ്മളും മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മയും കർത്താവ് വിടുവിച്ചു. ആ കർത്താവിനെ ഒരിക്കലും നമ്മൾ ഹൃദയത്തിൽ നിന്നും മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. നമ്മുടെ ജന്മദിനം, വിവാഹദിനം, നമ്മളൊരു ഭവനം വെച്ച് പാർക്കുന്ന ദിനം, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കും അല്ലേ. പക്ഷേ ദൈവം നമ്മളെ വിടുവിച്ചൊരു ദിവസമുണ്ട്. ആ ദിവസം നമ്മൾ ഓർക്കണമെന്ന് വചനം പറയുന്നു. 78-ാം സങ്കീർത്തനം അതിൻ്റെ 43-ാം വാക്യം. അവൻ ശത്രുവിന്റെ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആ വിടുവിച്ച ദിവസം, ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് അല്ലേ, അവരനേകം കഷ്ടതകൾ സഹിച്ച് അവിടെ നിലവിളിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് മോശമുഖാന്തരം വിടുവിച്ചതൊരു ദിവസമുണ്ട്. ആ ദിവസം അവർ ഓർത്തില്ല. നമ്മളെയും കർത്താവ് പിശാചിൻ്റെ അടിമത്തിൽ നിന്നും മോചിപ്പിച്ചൊരു ദിവസമുണ്ട്. ആ ദിവസം നമ്മളെ വിവാഹ ദിവസം അല്ലെങ്കിൽ ജന്മദിനം, ഇതിനേക്കാൾ പ്രാധാന്യത്തോടെ ആ ദിവസം നമ്മൾ ഓർത്തിരിക്കണം. ആ നാശകരമായ അവസ്ഥയിൽ നിന്നും കർത്താവ് കൃപ കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? വീണ്ടും ദാവീദ് പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഞാൻ എന്ത് പകരം കൊടുക്കും? ഓരോ ഉപകാരങ്ങൾ എനിക്ക് ചെയ്തു അല്ലേ. 114-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്ത് പകരം കൊടുക്കും? ഹനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ ഹനയാഗങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, നിൻ്റെ ഹോമയാഗത്തെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നുമില്ല. കാട്ടിലെ സകല മൃഗങ്ങളും എൻ്റേതാണ്, വയലിലെ സകല പക്ഷികളും പറവകളും എല്ലാം എൻ്റേതാണ്, ലോകവും അതിൻ്റെ നിറവും എൻ്റേതാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? ആട്ടുകൊറ്റന്മാർ രക്തം കുടിക്കുമോ? അല്ലേ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ദൈവത്തിൻ്റെ മൃഗങ്ങളോ പക്ഷികളോ എടുത്തിട്ടാണ് ഈ യാഗം, ഹോമയാഗം ഇതെല്ലാം അർപ്പിക്കുന്നത് അല്ലേ. എന്നാൽ അതൊന്നും കർത്താവ് ആവശ്യപ്പെടുന്നില്ല. സ്തോത്രം എന്ന യാഗം അത് മാത്രം ചെയ്താൽ മതി. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ അനുഗ്രഹിക്കുന്ന നിങ്ങൾ അനുതാപവാക്യങ്ങളോടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും. നമ്മൾ ചെയ്യുന്ന സ്തോത്രം എന്ന യാഗം കാളകളെ അർപ്പിക്കുന്നതിന് തുല്യമായിട്ട് കർത്താവ് കരുതും അല്ലേ. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാമെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. എത്രമാത്രം നമുക്ക് വേണ്ടി ചെയ്തു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അവസാനം നമ്മളെ കർത്താവ് മാനസാന്തരം നടത്തി ഈ ഭൂമിയിൽ നമ്മളെ പരിപാലിച്ചു. യാതൊരു യാഗവും നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മുടെ അധരഫലമെന്ന സ്തോത്രയാഗം അത് ഇടപെടാതെ അർപ്പിക്കുക എന്നുള്ളത്. നമുക്ക് പലതിനും സമയം കിട്ടിയെന്ന് വരില്ല, ജോലി തിരക്കും
എന്നാൽ രാത്രി നമുക്കതിന് സമയമുണ്ട്. 63 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം വായിച്ചു. 5-ഉം 6-ഉം. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാകുമ്പോൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വാൾ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ മതി. അപ്പോൾ രാത്രി കിടക്കയിൽ കർത്താവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രാണൻ എന്ത് സംഭവിക്കും? മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വരുന്നു. ആ പ്രാണൻ, നേരത്തെ വിഷാദിച്ചിരുന്ന പ്രാണൻ സന്തോഷിച്ച് സമാധാനമായിരിക്കുന്നു അല്ലേ? എങ്ങനെയുള്ള ആദരങ്ങളോടെ? സന്തോഷമുള്ള ആദരത്തോടെ, പിറുപിറുപ്പോടെയോ അല്ലെങ്കിൽ മുഖം വാടിയോ അല്ല, സന്തോഷത്തോടെ. കാരണം സന്തോഷം എങ്ങനെയാണ് വരുന്നത്? ഇതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ഈ അകൃത്യവും നമ്മുടെ രോഗം വഹിച്ചതും അവൻ്റെ അടിപ്പിണറായ നമുക്ക് സൗഖ്യം വന്നതും അല്ലേ, നമ്മുടെ ജീവനെ വീണ്ടെടുത്ത് നമ്മൾ ഇന്ന് നമ്മുടെ പ്രാണൻ സ്വർഗത്തിലിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ നമ്മൾ ഈ ഭൂമിയിൽ വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സന്തോഷമുള്ള തരത്തോടെ ആ കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ രാത്രി യാമങ്ങളിൽ ഇതോർത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസ്ഥിതിയിലായിരിക്കുക. അതിനായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്ഥിതി താഴ്ന്നു.